അനാമിക വിഷ്ണു എന്ന് പറയുന്ന ചാനലിലും അതേപോലെ മനോരമ ന്യൂസിലാണെന്ന് തോന്നുന്നത്. നല്ല മാധ്യമമാണ്, മാമച്ചൻ്റെ മാധ്യമമാണല്ലോ. അപ്പോൾ അതിനകത്ത് വന്നൊരു ന്യൂസിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇത് ചെയ്യാനുള്ള കാരണം, ഞാൻ നേരത്തെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. അതിനകത്ത് എൻ്റെ പേരുണ്ടായിരുന്നില്ല. അത് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റിൽ നിന്നാണ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റീസെൻ്റ്ലി എനിക്ക് അയച്ചാൽ എൻ്റെ പേര് മാത്രമല്ല എൻ്റെ വോയിസ് ഉൾപ്പെടെ അതിനകത്ത് പ്ലേ ചെയ്തിട്ട് ഗിരിജ ഒരു വലിയൊരു നരേഷൻ പറയുന്നുണ്ട്, ഞാൻ പണത്തിന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. എൻ്റെ വാപ്പാക്ക് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചിക്ക് സ്ത്രീധനം കൊടുക്കാനോ അല്ല പണം ആവശ്യപ്പെട്ടത്, ഞാനും അല്ല പണം ആവശ്യപ്പെട്ടത്. അജിത എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇവരുടെ സന്തത സഹചാരിയായ ഒരു സ്ത്രീയാണ് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവരെൻ്റെ കയ്യിൽ ഒരുപാട് എവിഡൻസ് കൊണ്ടുവന്ന് തന്നിട്ടുമുണ്ട്. ആ എവിഡൻസ് പബ്ലിക്കിലാക്കുകയാണെങ്കിൽ ഇവർ ഏറിപ്പോവും. 5-6 മാസം ഇവർ താഴെ ഇറങ്ങാണ്ട അമ്മാതിരി ഏറിപ്പോള്ള സാധനം അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതിനകത്ത് ഗിരിജ ആദ്യം വിവാഹം കഴിച്ച അയാളെ കൊത്തിക്കൊന്നതാണെന്നും കുത്തിക്കൊന്നത് ആ ഗിരിജയുടെ കാമുകനാണെന്നും കാമുകനുമായിട്ടുള്ള ബന്ധത്തിൽ കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ തർക്കമുണ്ടായതിൻ്റെ പേരിൽ എന്നൊക്കെ കുറേയധികം കാര്യങ്ങൾ ആ പെണ്ണ് പറയുന്നുണ്ട്. കൂടെ നടന്ന ഒരു സ്ത്രീ അത് പറയുമ്പോൾ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും എടുക്കും, അവരത് എടുത്തു വെച്ച് കൊടുക്കുകയും ചെയ്യും. ഈ ഒരു സൂചനയാണ് അവർക്ക് കൊടുത്തത്. അതിൻ്റെ കാരണമുണ്ട്. എനിക്ക് അവരോട് യാതൊരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് ചെയ്തത്. അതായത് നല്ല കാര്യം, അമ്മയെ കെട്ടിക്കുന്ന മക്കൾ നല്ല കാര്യമാണ്, നല്ലതല്ലേ. അനാഥ കുട്ടിയായ ഒരു കുട്ടിക്ക് ജീവിതം കൊടുത്തവൾ, ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്, വളരെ നല്ല കാര്യം. അപ്പോൾ ഡേറ്റ് വൈസിൽ നിങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാക്കും. എൻ്റെ ആദ്യത്തെ വീഡിയോ ഗിരിജ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് അനുകൂലമായിട്ടുള്ളതാണ്. രണ്ടാമത് വീഡിയോ മറ്റൊരു രീതിയിൽ ഇടേണ്ടി വന്നത് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എന്നോട് കയർത്തത് കൊണ്ടാണ്. ഞാൻ അവരോട് വളരെ നിങ്ങൾ ഏറിപ്പോകും, നിങ്ങൾക്ക് പ്രശ്നം വരും, ചിലപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ ഡൗണിൽ വരുമായിരിക്കും. പക്ഷെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കൂ, അറ്റ്ലീസ്റ്റ് സംസാരിക്കാനെങ്കിലും ശ്രമിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്തോന്നടി ഞാൻ പൈസ വേണമെന്ന് പറഞ്ഞോ, അല്ല നീ എനിക്ക് കുറേ പൈസ തരാമെന്ന് പറഞ്ഞു, എന്നാ ഓക്കെ എന്ന് പറഞ്ഞു, അങ്ങനെ യാതൊരു സംസാരവും നമുക്കിടയിലില്ല. ഉണ്ടെങ്കിൽ അത് നീ കേൾപ്പിക്കണം. ഈ വോയിസ് ആദ്യം പ്ലേ ചെയ്തത് ഞാനാണ്. അങ്ങനെ എന്തെങ്കിലും എനിക്ക് മറച്ചു പിടിക്കാനുണ്ടെങ്കിൽ ആ വോയിസ് ഞാൻ ഇടത്തില്ല. ഇനി ഇവർ പറയുന്ന കണക്ക് അജിതകുമാരി ഇവർക്ക് അറിയില്ല എന്നാണെങ്കിൽ, ഇവർക്ക് അവരെ അറിയാമെന്നും അവർ തമ്മിൽ കുടുമിയും അവളും തമ്മിൽ പ്രശ്നമുണ്ടെന്നും കുടുമിയുടെ ഭാര്യയായിരുന്നു അതെന്നും ഒക്കെ ഇവർക്കറിയാം. ആകെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധമാണത്. കുടുമിയായിരുന്നു ഇഷ്യൂ അജിതയ്ക്ക്. ഞാനും ആ ഇഷ്യൂവാ സംസാരിച്ചേ. എനിക്കൊരിക്കലും ഈ പറയുന്ന അവിടെ നടക്കുന്ന ഒരു സംഭവവും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു അനാഥാശ്രമത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇതൊന്നും എനിക്കറിയാം. അതിന് ശേഷമാണ് 1 by 1 ആയിട്ട് ഓരോരുത്തർ എന്നെ വിളിക്കാനും ഡോക്യുമെൻ്റ് ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനും ചെയ്തിട്ടുള്ളത്. എൻ്റെതായിട്ടുള്ള ഒരു ആഡ് ഓണും അതിനകത്തില്ല. ഈ ഗിരിജ ഒരാളുമായിട്ട് കിടന്നിട്ടുണ്ടോ, ഗിരിജയെ കള്ളവെടിക്ക് പിടിച്ചിട്ടുണ്ടോ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാനും താല്പര്യം, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവരൊക്കെ പറയുന്ന കാര്യം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരാളല്ലാതെ പറയുന്നത്, പലരും പറയുന്നുണ്ട്. 19 വയസ്സുകാരെ ഒരു ചെറുക്കൻ തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത് ഒരാളല്ല, ഒത്തിരി പേരാണ്. അത് ഗിരിജ കാരണമാണെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്ന വിഷയങ്ങളെ പറ്റി അവിടുത്തെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും എനിക്ക് ഭാഗമില്ല. സുറുമി എന്ന് പറയുന്ന കുട്ടി അവരുടെ സ്വന്തം നാട്ടുകാരിയാണ്. അവർ വന്ന് പറഞ്ഞത് ഞാൻ എയർ ചെയ്തിട്ടുണ്ട്. എന്തിന്? അവർ തന്നെ ഒരു ചാനൽ ഉണ്ടാക്കി അതിനകത്തിരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. അജിതയുടെ വിഷയവുമായി ഞാൻ ചെല്ലുമ്പോൾ എന്നോട് മോശമായി പെരുമാറിയത് കൊണ്ടും സംസാരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടുമാണ് ഞാൻ ആ കേസ് വിട്ടത്. ഒരു കോംപ്രമൈസാണ് നമ്മൾ ശ്രമിക്കുന്നത്. എപ്പോഴും ഒരാളെ ഏറി വിടാനോ അയാളെ അങ്ങോട്ട് അടിച്ചാക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറാകാറില്ല. പ്രത്യേകിച്ച് കരുണാലയം പോലുള്ളൊരു സംവിധാനം നടത്തുന്ന ഒരു സ്ത്രീയെ എനിക്ക് റെസ്പെക്റ്റ് ആയിരുന്നു. പക്ഷെ കരുണാലയത്തിൽ നടക്കുന്ന മുഴുക്ക ക്രൂരതകളാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു കാരണവശാലും ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം. പത്തനംതിട്ടയിലെ അനാഥാലയവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിലെ പെൺകുട്ടിയാണ് പരാതിയുമായി എത്തിയത്. തന്നെ ആരും പ്രായപൂർത്തിയാകും മുൻപ് ഉപദ്രവിച്ചിട്ടില്ല. തന്റെയും കുഞ്ഞിന്റെയും ചിത്രം വെച്ച് പല സാമൂഹിക മാധ്യമങ്ങളിലും അപവാദ പ്രചാരണങ്ങൾ നടക്കുകയാണ്. 27 യൂട്യൂബ് ചാനലുകൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും പെൺകുട്ടി പത്തനംതിട്ടയിൽ പറഞ്ഞു. വിനു മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നടപടി ഉണ്ടാവില്ല, അതെന്തുകൊണ്ടാണെന്നും കൂടെ പറഞ്ഞുതരാം. 27 അല്ല, നീ 100ഓളം ചാനലുകൾക്കെതിരെ പരാതി കൊടുത്താലും നടപടി ഉണ്ടാവില്ല. ഇനി അവർ നടപടി എടുത്താലും ഞങ്ങൾ ഈസി ആയിട്ട് ഊരി വരും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമാണ്. ബയോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നിന്നെ പരിശോധിച്ച ഗൈനക്കോളജിസ്റ്റ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വേറെ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തും. ഈ ടെസ്റ്റിൽ നീ ജയിച്ചാലും ഞങ്ങൾ വേറെ റിക്വസ്റ്റ് കൊടുക്കും. ഞങ്ങൾക്ക് വേറെ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. റിക്വസ്റ്റ് കൊടുത്താൽ നിന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യും. അതിൽ നീ 18 വയസ്സിന് മുമ്പ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പാ. പിന്നെ നീ ഒരു കാര്യം പറഞ്ഞാൽ സത്യമാണ്, നിന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല, നീ പോയി കിടന്നു കൊടുത്തതാ. അതാണ് സത്യം. അത് അവനും പറയുന്നുണ്ട്, അവൻ്റെ ചുറ്റുമുള്ളവർ, അവിടെ ഉള്ളവരെല്ലാവരും പറയുന്നുണ്ട്, നിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും പറയുന്നുണ്ട്, നീ പോയി കിടന്നു കൊടുത്തതാണ്.
പക്ഷെ അതും ക്രൈമാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ പോലും 18 വയസ്സിന് മുമ്പുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഇവിടെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇതൊരു നിയമമാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അങ്ങനെ വല്ലതും താല്പര്യമുണ്ടെങ്കിൽ 15 വയസ്സിൽ ചെയ്യാം. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്നാൽ മതി, ഇസ്ലാം മതം മാറിയാൽ മതി. അഞ്ജലി, ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. ഈ പെൺകുട്ടിയുടെ അമ്മ ഈ കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയത്. അതിനുശേഷം വിവിധ അനാഥാലയങ്ങളിലാണ് വളർന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ആരോപണ വിധേയമായ അനാഥാലയത്തിൽ എത്തുന്നത് ഏതാണ്ട് 4.5 വർഷം മുൻപാണ്. അതിനുശേഷം ഈ നടത്തുന്ന ഒരാളുടെ മകൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതിന്റെയൊക്കെ വീഡിയോകൾ പ്രചരിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞു 7ാം മാസം പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് വ്യാപകമായി പരാതികൾ വരികയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലീസിന് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർക്കെതിരെ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. ചില യൂട്യൂബ് ചാനലുകളാണ്, ഇത്തരത്തിൽ 27 യൂട്യൂബ് ചാനലുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സിനോട് അടുത്തതേ ഉള്ളൂ. പ്രസവിച്ചിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 1 മാസം മാത്രമായ കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് ഈ പെൺകുട്ടി വന്നിട്ട് ഈ സങ്കടം പറയുന്നത്. കുഞ്ഞിന്റെയും തന്റെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല തരത്തിൽ കേട്ടാലറയ്ക്കുന്ന ആക്ഷേപങ്ങൾ ചിലർ പ്രചരിപ്പിക്കുകയാണ്. ചിലർക്ക് മുഖം പോലും എന്റെ ഇഷ്ടപ്രകാരമാണ് CWC ആയിട്ട് അമ്മ ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് ഈ കല്യാണ ആലോചന മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെ എന്റെ ഇഷ്ടപ്രകാരം CWC ചോദിച്ച് എനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചതിന് ശേഷമാണ് എന്റെ വിവാഹം നടത്തുന്നത്. അല്ലാതെ നിങ്ങളിപ്പം ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ പോസ്കോ കേസിലെ ഏരിയയാണ്, എന്റെ കുഞ്ഞാലി ജനിച്ചതാണ്, എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഇട്ടിട്ടാണ് പോസ്കോ ജനിച്ച കുട്ടീനും പറഞ്ഞ് ചെയ്യുന്നത്. ഇവിടെ നാളെ സമയത്ത് ഈ സമൂഹത്തിൽ വളർന്നു വരാനുള്ളത് ഇവിടെ ഒരു പെൺകൊച്ച. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇതേപോലെ ഹൃദയത്തില് മതിലില് ഹോളും തൈറോയിഡും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അത് ഞങ്ങൾ നുണ പറയാം, സകലത്തിന് വേണ്ടി ഞങ്ങൾ നുണ പറയുക. അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കിപ്പോഴാണ് ഒരു ഫാമിലി കിട്ടിയത്. അതെല്ലാവരും കൂടെ ചേർന്ന് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി. എനിക്ക് എന്റെ ഫാമിലി വേണം. ഇത്രയും നാള് ഒരു അനാഥെ പോലെ ഞാൻ ജീവിച്ചത്. എല്ലാവരും പറയും എന്റെ അമ്മ അവിടെ പീഡിപ്പിക്കുക, അല്ലെ എന്റെ ഉണ്ണിയുടെ ഫ്രണ്ട്സും കൂടെ എന്നെ റേറ്റ് ചെയ്യാൻ കല്യാണത്തിന്റെ അന്ന് രാത്രി ഓടിച്ച് ഞാൻ അങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കി. അങ്ങനെ ഒരു വ്യക്തിയിലൂടെ ഞാൻ ജീവിക്കത്തില്ലല്ലോ. എനിക്ക് എന്റെ ഉണ്ണിയെ, എന്റെ അമ്മേനെ, എന്റെ ഫാമിലിനെ തിരിച്ചു വേണം. അത് മാത്രമല്ല ഞാൻ അവര് ഉള്ളിടത്തോളം കാലം മാത്രമേ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. എനിക്ക് അവരെല്ലാം തിരിച്ചു വേണം. ഈ യൂട്യൂബേഴ്സിനെതിരെയുള്ള കേസും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അതിലൊന്നും ഒരു നീതിയോ അല്ലെങ്കിൽ അതിനൊരു ആക്ഷനോ ആരും എടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള 27 യൂട്യൂബ് ചാനലുകളാണ് ഉള്ളത്. ഇവർ ഇത്തരത്തിൽ അധിക്ഷേപം പ്രചരിപ്പിക്കുന്ന കാരണം ഈ കുഞ്ഞുമായി ആശുപത്രിയിൽ പോലും പോകാൻ കഴിയുന്നില്ല. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ആൾക്കാർ തന്നെ നോക്കി അടക്കം പറയുകയാണ് ഇത്തരത്തിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. കാരണം ഈ കുഞ്ഞ് സമൂഹത്തിൽ വളർന്ന് വരേണ്ടതല്ലേ എന്നുള്ളതാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. അപ്പോൾ 7 മാസം പ്രസവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായി എന്നുള്ളതാണ് ആരോപണം ഉയർന്നത്. അത് തെറ്റാണ്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. തനിക്ക് തന്നെ ഈ കുടുംബം വേണം എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്നത്. മാത്രമല്ല ചില യൂട്യൂബർമാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ആൾക്കാർ തങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ഭീഷണി വരുന്നത്. അങ്ങനെ ആ വീട്ടിൽ പോലും നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കുഞ്ഞ് സാധനങ്ങൾ കഴിക്കാൻ കഴിയുന്നില്ല, ശരിക്കും നോക്കാൻ പോലും കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ഇത്തരക്കാർ തള്ളിപ്പിടിക്കുകയാണെന്ന് പറയുന്നു. പത്തനംതിട്ട സ്വദേശിയായ കെന്നഡി ചാക്കോ ഭീഷണിപ്പെടുത്തുന്നു ഈ പെൺകുട്ടി പറയുന്നു. അങ്ങനെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. തനിക്ക് ഇത്രയും കാലം ജീവിതത്തിൽ ദുരിതമായി ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം തളർത്തു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തമായി ഇത്തരം ഉത്തരങ്ങൾ വന്നു കൂടുന്നത്. ഇത്തരത്തിൽ പരാതി നൽകിയിട്ട് അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. തന്റെ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്രയും കാലം അനാഥാലയത്തിൽ ജീവിച്ചു, പുറത്തേക്ക് ഇറങ്ങി പുതിയ ഒരു ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല. വിവാഹ ശേഷം പ്രായപൂർത്തിയായ ശേഷം ഉണ്ടായ ബന്ധമാണ്. അതിനുശേഷം ഉണ്ടായ കുഞ്ഞാണ്. അത്തരത്തിൽ ഒരു ഉപദ്രവവും പീഡനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. തെളിവിന് കേസ് പോലീസിന്റെ പരിഗണനയിലാണ്. പ്രധാനപ്പെട്ട ഇവരുടെ ആവശ്യം ഇവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന നടപടികൾ നിർത്തണം, അതിനുവേണ്ട നടപടികൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. അഞ്ജലി, വെരി ഗുഡ്, സൂപ്പർ. ഇതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? പൊതുസമൂഹത്തിന് എന്താ മനസ്സിലായത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഉറക്കിക്കാം. ഈ കുടുമിയാണ് ആ കുടുംബത്തിലേക്ക് ഈ പ്രശ്നം മുഴുക്ക കൊണ്ടുവന്നത്. മുഴുക്ക പ്രശ്നം കുടുമിയാണ്. എഴയുടെ പേര് പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. ആ കുട്ടിയുടെ പേര് നമുക്ക് വേറൊരു പേരുണ്ട്, ആശ കൊച്ചെന്നിട്ടാ. അപ്പോൾ ആശ കൊച്ചല്ല അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവന്നത്. അവിടെ പ്രശ്നം കൊണ്ടുവന്നിട്ടുള്ളത് മുഴുക്ക കുടുമിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ അയാൾക്ക് 2 കൊട്ട് കൊടുക്കുന്നതിന് പകരം ആ കൊച്ചിനെ കയറി പിടിക്കുകയാണ്. ഈ പെങ്കൊച്ചിലൂടെ എൻ്റെ ഒരു ചോദ്യം, ഇപ്പം നമ്മളൊരു കാര്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവൾ അന്നേക്ക് രാത്രി അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഓടി മറ്റൊരു വീട്ടിൽ പോയതിന് ആ നാട്ടുകാരൊരാൾ വിറ്റ്നസ് ആയിട്ടുണ്ട്. അയാൾ അത് പറയുന്നുണ്ട്. ആരെടുത്താണ് അത്? ചങ്ങാതി കൂട്ടത്തില്ല, അതിൻ്റെ ഏതോ ഒന്നിലാണ്, ക്യാൻവാസ് മീഡിയോ ചങ്ങാതി കൂട്ടം, അതിലേതിലോ ഒന്നിലാണ് ആ നാട്ടുകാരൻ പറയണത് എൻ്റെ വീട്ടിലേക്കാണ് വന്നത്, അവിടെ നിന്നാണ് ഒരു വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോയത് എന്ന് പറയുന്നത്. ഇവർ പോയി താമസിച്ചത് വാഗമണ്ണിലാണ്. അവിടെ പോയതിനുള്ള വിറ്റ്നസ്സും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനും അവിടെയുള്ളൊരു കുട്ടി വാക്കുമൂലം തന്നിട്ടുണ്ട്. അപ്പോൾ ആ മൊഴി അവിടെ നിൽക്കുമ്പോൾ ഈ പെൺകൊച്ചു മുഴുക്ക നുണയാണ് പറയണതെന്ന് മനസ്സിലാകും. ഇനി ഇവൾ പറയുന്നത്, ഇവൾ വിചാരിക്കുന്ന എങ്ങനെയും ജീവിതം തിരിച്ചു കിട്ടട്ടെ, തള്ള പറഞ്ഞാണ്, നീ ഇങ്ങനെ പറഞ്ഞാലേ നിന്റെ ഉണ്ണിച്ചേട്ടനിക്ക് ഇടികൊള്ളാതെ രക്ഷപ്പെടാൻ പറ്റും. ഒന്നുമല്ല, ഉണ്ണിച്ചേട്ടൻ അകത്തു പോകും, അതിൽ തർക്കമേ വേണ്ട. ഉണ്ണിച്ചേട്ടനും പോകും, ഗിരിജ ചേച്ചിയും പോകും. കാരണം ഈ ഒരു കാര്യത്തിൽ ആര് കൂടെ നിന്നാലും, എത്ര വലിയ സംഗതികൾ കൂടെ നിന്നാലും, നിയമനിർമ്മാണം ഇവിടെ കൃത്യമായിട്ടുണ്ടെങ്കിൽ, മറ്റ് ഒരു രീതിയിലുള്ള ഇടപെടലുകളും ഇല്ല എന്നുണ്ടെങ്കിൽ സക്സസ് ആവുന്ന ഒരു കേസാണ്. ഒന്നാമത്തെ കാര്യം, കരുണാലയം പൂട്ടുകയാണ് ചെയ്തത്. അനാഥാലയം പൂട്ടി. അവർക്ക് 6 മാസത്തേക്ക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്.
ആളുകൾ വന്ന് അവിടെ അന്വേഷണാർത്ഥം അവിടെ ഇൻസ്പെക്ഷൻ നടത്തി. ഇൻസ്പെക്ഷനിൽ ഇവർ തെറ്റുകാരാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ചുമ്മാതെ സസ്പെൻഷൻ കൊടുത്തതല്ലല്ലോ. സസ്പെൻഷൻ എന്തിനു കിട്ടി? ജനുവരി വരെ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പൂട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു? ആ കുട്ടികളെ എന്തിനു മാറ്റി? അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എന്തിനു മാറ്റണം? നീ എന്ത് ചെയ്തോ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ആ കുട്ടികളായിരുന്നു. ആ കുട്ടികൾ രക്ഷപ്പെട്ടു. പോയ ഓരോ മക്കളും നമുക്ക് വേണ്ടി വാക്ക് തരുന്നുണ്ട്, നമുക്ക് വേണ്ടി അവർ പറയുന്നുണ്ട്. അതെ, ഞങ്ങൾക്ക് ആഹാരം തരുന്നില്ലായിരുന്നു, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അവർ രക്ഷപ്പെട്ടു. ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും രക്ഷപ്പെട്ടു. എന്തിനങ്ങനെ ഒരു ആക്ഷൻ CWC ഉണ്ടായി? അതിന്റെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, നിന്റെ ഒപ്പം ഉണ്ടായിരുന്നിട്ട് പോലും അങ്ങനെ ഒരു നടപടി എങ്ങനെ ഉണ്ടായി? അവർക്ക് കൃത്യം ബോധ്യപ്പെട്ടു അതിനകത്ത് നടക്കുന്ന മുഴുക്ക പ്രശ്നമാണ് എന്നുള്ളത്. അങ്ങനെ ഒരു നടപടി ആ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന യൂട്യൂബേഴ്സിന്റെ അടുത്ത് നീ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു നടപടി ഇവിടെ നടന്നെന്നും ആ നടപടിയാണ് വാർത്തയാക്കിയിട്ടുള്ളത്. ഈ പറയുന്ന മാധ്യമം അവരെ വെളുപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടിരിക്കുന്ന സംഗതിയാണ്. ഇവർ അവിടുത്തെ ഈ കരുണാലയത്തിന്റെ പേര് പോലും പറയാൻ സമ്മതമല്ലായിരുന്നു. അങ്ങനെയാണ് ഒരു ന്യൂസ് ഏജൻസി വർക്ക് ചെയ്യേണ്ടത്. ഒരു ചെറിയ രീതിയിലുള്ള അലിഗേഷൻ ഉണ്ടായാൽ പോലും അതിന്റെ ഓണർ ഉൾപ്പെടെ, പഴയ ഓണറെ ഉൾപ്പെടെ, മുപ്പാട്ടൻ ഓണർ ആരെങ്കിലും ഉണ്ട് അവരുടെ പേര് ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്ന ഈ വാർത്താ മീഡിയകളൊക്കെ മൗനം പാലിച്ചത് എവിടെയാണ്? പേഴ്സൺ ടു പേഴ്സൺ ആണ് യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത്. നുണയല്ലാത്ത പ്രചരണങ്ങൾ നടക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു രീതിയിൽ അവരെ ഒന്നും പറയാനൊക്കത്തില്ല. നുണയാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം കേസെടുക്കും. അങ്ങനെ എടുത്താൽ പോലും അത് കോടതിയിൽ തള്ളിപ്പോകും. കാരണം കൃത്യമായ തെളിവ് വെച്ചാ പറഞ്ഞേ. CWC അവിടെ പോയതിന് തെളിവുണ്ട്, അവർ ആക്ഷൻ എടുത്തതിന് തെളിവുണ്ട്, കുട്ടികളെ റീപ്ലേസ് ചെയ്തതിന് തെളിവുണ്ട്, കുട്ടികൾ പറഞ്ഞ വായ്മൊഴിയുണ്ട്, ആഹാരമില്ലെന്ന് പറഞ്ഞതിന്റെ തെളിവുണ്ട്, ഐ വിറ്റ്നസ് ഉണ്ട്, പല രീതിയിലുള്ള മൊഴികൾ പുറത്തുണ്ട്. ഇനി കെന്നഡിയിലേക്ക് വരാം. കെന്നഡി സാറ് പറഞ്ഞത് എന്തായിരുന്നു? അവിടെ ഡെഡ് ബോഡി കച്ചവടം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അതിൻ്റെ ഒന്നും ഒരു വേരിയേഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല, എൻ്റെ ഡെപ്തിൽ എനിക്ക് അറിയത്തില്ല. കാരണം അദ്ദേഹവും സെയിം അതേ സ്ഥാപനം തന്നെയാണ് നടത്തിക്കൊണ്ട് പോയിരുന്നത് മുൻപ്. അതിൽ നിന്ന് പോയ ഒരു പെൺകുട്ടി, നസീമ എന്ന് പറയുന്ന പെൺകുട്ടി ഇവരുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. അവൾ മരണപ്പെട്ട വിധം, അവൾ മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്ന വിധം, അവളുടെ തലമണ്ട അടിച്ചു പൊളിച്ച വിധം ഇത് ലക്ഷ്മി പോലും പറഞ്ഞിട്ടുണ്ട്. അവിടെ താമസിച്ചിരുന്ന അന്തേവാസികളായ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ നിരന്തരം പീഡനങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അമ്പിളി എന്നൊരു കുട്ടീനെ മർമ്മത്തേക്ക് മുളകുപൊടി വിതറുന്നത് കാഴ്ചയായ കണ്ടതെന്ന ആളാണ് വിറ്റ്നസ് പറഞ്ഞത്. ഇനി അവർ കൊലപാതകികളാകട്ടെ, വ്യഭിചാരികളാകട്ടെ, അവർ പറഞ്ഞതാണ്. അവർ കണ്ട കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ മാപ്പ് സാക്ഷിയായി മാറുകയാണ് ചെയ്തത്. അവർ കണ്ട ക്രൈം അവർ പുറത്തു പറയാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഒരു പിണ്ണാകം നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങൾക്കിപ്പം FIR ഇട്ടത് നിങ്ങളുടെ പേർക്ക് ആക്കാതിരിക്കാൻ പറ്റും. കാരണം അതിന് ബയോളജിക്കൽ ടെസ്റ്റ് വരണം, കൃത്യമായ രേഖാ സംവിധാനങ്ങൾ വേണം. അതില്ലാതെ പോലീസിന് കേസെടുക്കാനൊക്കത്തില്ല. നിങ്ങൾ അതിനകത്ത് എന്ത് ക്രൈങ്ങൾ ചെയ്താലും ഉറച്ചു നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഇപ്പുറത്തുണ്ടെങ്കിൽ അവർ ഈ കേസുമായി മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ 100% നിങ്ങളെ പൂട്ടാനുള്ള പരിപാടി ഞങ്ങളുടെ കയ്യിലുണ്ട്. തിരിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. ഞാനാണ് ഈ ന്യൂസ് ആദ്യം കൊണ്ടുവന്നത്. എനിക്ക് മുമ്പേ സന്ധ്യാ പല്ലവിയായിരുന്നു. സന്ധ്യാ പല്ലവിക്ക് അവിടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അത് പറഞ്ഞ് നിങ്ങൾ തട്ടി വിട്ടിരുന്നു. ഇതിന് ശേഷം ബാക്കി എല്ലാവരും എടുത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. ഞാൻ കോൺസ്റ്റന്റ്ലി ഇടുന്നുണ്ടായിരുന്നു. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. അജിതകുമാരി എന്ന് പറയുന്ന സ്ത്രീക്ക് പണം കൊടുക്കാനുണ്ട്. കുടുമി കൊടുക്കേണ്ട പണം നിങ്ങൾ കൊടുക്കണം. അവരെ സങ്കടപ്പെടുത്തരുത്. അവരുടെ ഭർത്താവിനെ നിങ്ങൾ അടിച്ചു മാറ്റി. ഇനി ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിക്കൂ. അവളുടെ പണം അങ്ങ് കൊടുക്കൂ. നിങ്ങൾക്ക് എന്തിനാണ് അവളുടെ പണം എന്ന് മാനം മര്യാദയ്ക്കാണ് ചോദിച്ചത്. അതിൽ അവളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, യൂട്യൂബേഴ്സിന് എന്ത് കാര്യം, നിനക്കെന്ത് കാര്യം, നീ ആരാണെന്നാണ് ചോദ്യം. നിനക്കെന്ത് കാര്യം? എനിക്ക് കാര്യമുണ്ട്. സോഷ്യൽ വർക്കറായി നിന്നിട്ട് ശേഷമാണ് ഞാനൊരു യൂട്യൂബർ ആയത്. ഡയറക്റ്റ് കയറി യൂട്യൂബർ അല്ല ആയത്. എത്രയോ വർഷങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പാപ്പ ഒക്കെ സോഷ്യൽ വർക്കറിലുള്ള ആൾക്കാരാണ്. സമൂഹത്തിന് വേണ്ടി സേവ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യവുമാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുമാണ്. അത് പ്രത്യേകിച്ച് പണത്തിനോ ലാഭത്തിനോ അല്ല, അത് ബ്ലഡിലായിപ്പോയി. അങ്ങനെയുള്ള ഞങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നീ എന്താണ്? നിനക്കെതിരെയാണ് അലിഗേഷൻസ്, ഷെഫീനയ്ക്കെതിരെ അല്ല. ഷെഫീനെ അല്ല ഇവിടെ കട്ടുമൊട്ടിച്ചും ജീവിക്കുന്നത്. യൂട്യൂബ് നടത്തുന്ന ഒരു ക്രൈമെന്ന് എനിക്കിവിടെ മനസ്സിലായിട്ടില്ല. പക്ഷെ ക്രൈം ഒരുപാട് നിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒത്തിരി പേരത് പറയുന്നുമുണ്ട്. എന്തിനധികം അയൽവക്കത്തെ സ്ത്രീകൾ വളരെ വേദനയോടുകൂടി പറയുന്നില്ലേ, രാത്രി വരത്തുപോക്ക് നടത്താനും മാത്രമുള്ള എന്ത് ബിസിനസ്സാണ് നിങ്ങൾ അവിടെ നടത്തുന്നത്? കരുണാലയം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഈ രാത്രി വരത്തുപോക്ക് എന്താണ്? ഇനി അവിടെയുള്ള നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, CCTV ഫിറ്റ് ചെയ്യുക. ഇവരെ വീട്ടിലേക്ക് വരുന്ന ഓരോ വണ്ടിയും ട്രേസ് ചെയ്യുക. എന്തിനാണ് അവിടെ വരുന്നത് എന്നുള്ളത് കൃത്യമായി അവർ എക്സ്പ്ലെയിൻ ചെയ്തേ മതിയാവൂ. നമ്മൾ കൂടുതൽ ജാഗരൂകരായി അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായി പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് റിപ്പോർട്ട് തരുമെങ്കിൽ ഞാൻ ചെയ്യും, ഒരു തർക്കവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സ്ത്രീ മുഴുക്ക നുണയാണ് പറയുന്നത്. ഈ പെൺകുട്ടിയെ കൊണ്ട് ഇത് പറയിക്കുമ്പോൾ കെന്നഡി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവളെ കുറച്ച് കഴിയുമ്പോൾ അവർ തട്ടിക്കളയുക മാത്രമല്ല, ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതിന്റെ റീസൺ ആ തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കുക എന്നുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അപ്പോൾ ഗിരിജ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരനെ ശത്രുവാക്കേണ്ട ആവശ്യം ഗിരിജയ്ക്കാണ്. കെന്നഡി സാറിന് ലക്ഷ്യം വെക്കാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയായ കുട്ടിയെ കൊന്നുകളയുമെന്നും വിവാഹം കഴിപ്പിച്ചു കൊടുത്ത താൽക്കാലിക ആശ്വാസത്തിനാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രശ്നമായി വരുന്നത് ഗിരിജയ്ക്കാണ്. കാരണം അവരെന്തുദ്ദേശിച്ചോ അതാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്, അദ്ദേഹം പറഞ്ഞത്. ആ പറച്ചിൽ പൊതുസമൂഹത്തിൽ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഭാവിയിൽ ഈ കുട്ടിയുടെ ജീവിതം അഥവാ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നാൽ ഇവൾ വീണ്ടും പ്രതിക്കൂട്ടിലാവും. അത് താമസിയാതെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി കെന്നഡി സാറിനെ ഈ ഒരു ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ളത് അവരുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് അവളുടെ ചാനലിൽ കൂടെ തന്നെ അവളെ സേവ് ചെയ്യാൻ സംസാരിച്ചവർക്കെതിരെ അവളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ഒറ്റ ചോദ്യം, നാളിതുവരെ ഇത്രയധികം മനുഷ്യർ അവർക്കെതിരെ പറഞ്ഞു, ഇത്രയധികം എവിഡൻസുകൾ കൊണ്ടുവച്ചു, അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെ ശക്തമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. അത്രയും നാട്ടുകാർ എക്സിക്യൂട്ടായി ഒറ്റയ്ക്ക് എല്ലാവരും ചേർന്നു, ഒറ്റയ്ക്ക് നിൽക്കാതെ എല്ലാവരും ജോയിനായി, എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരേ ശബ്ദത്തിൽ പറഞ്ഞു അവിടെ നടക്കുന്നത് പ്രശ്നമാണ്, അവിടുത്തെ കുട്ടികൾ സുരക്ഷിതരല്ല. അതിനനുസരിച്ച് CWC അവരെ മാറ്റുകയും ചെയ്തു. പിന്നെ എന്തർത്ഥത്തിലാണ് പിന്നെയും കിടന്ന് വായ്ത്താളം പറയണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിജീവിതയാണ്. അതിജീവിതയുടെ ഇതുകൊണ്ടിരിക്കണം. കുഞ്ഞിനെ വളർത്തണമെങ്കിൽ ജോലിക്ക് പോകണം, നല്ല തൊഴിൽ കണ്ടുപിടിക്കുക, നല്ല തൊഴിലുണ്ടാകും. ഈ വയസ്സിലുള്ള കുട്ടികൾക്ക് പറ്റിയ നല്ല പണിയുണ്ടാവും. പഠിച്ച് ജോലി എടുത്ത് കുട്ടിയെ പോറ്റും. ചുമ്മാ കിട്ടിയതല്ലല്ലോ, അത്യാവശ്യം കുത്തിക്കഴപ്പുകൊണ്ട് കിട്ടിയ കുഞ്ഞല്ലേ, അതിനെ വളർത്ത്, അന്തസ്സായിട്ട് വളർത്ത്. പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത തക്കവണ്ണമുള്ള പ്രവൃത്തി ചെയ്തത് ഞങ്ങളാരും അല്ലല്ലോ. ഒരാൾ ചാവി തന്നാൽ അത് തുറന്ന് അവൻ്റെ റൂമിലേക്ക് കയറി പോകാൻ നിന്നോടാര് പറഞ്ഞു? പോയതുകൊണ്ടല്ലേ അത് കേൾക്കേണ്ടി വരുന്നത്. അത് പറയുന്നവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നീ ചെയ്തു, ഞങ്ങൾ പറഞ്ഞതിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നീ അവിടെ മാറിയിരുന്ന് കരഞ്ഞു. നീ എത്ര പേർക്കെതിരെ കേസ് കൊടുത്താലും കൃത്യമായ തെളിവില്ലാതെ ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. എല്ലാത്തിനും എൻ്റെ എവിഡൻസ് ഉണ്ട്. ഓരോരുത്തരായി വിളിച്ചു പറഞ്ഞതിന് എൻ്റെ തെളിവുണ്ട്. ആ വോയിസുകൾ കേൾപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെയായിരുന്നു. മാത്രവുമല്ല, അവർ തന്ന മുഴുവൻ വോയിസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിലൊക്കെ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ ഇടുകയാണെങ്കിൽ നീ ഇവിടെയെങ്ങും അല്ല, അങ്ങ് ബഹിരാകാശത്തേക്ക് പോകേണ്ട സാധനങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് അതിജീവിതയുടെ കേസിൽ അത് ഞാൻ പുറത്ത് വിട്ടിട്ടില്ല, പുറത്ത് വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം അതിജീവിതയാണ്, നമ്മൾ അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. തെളിവുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ രീതിയിൽ അജിതയ്ക്ക് വേണ്ടി സംസാരിച്ചതിനെ വളച്ചൊടിച്ച് ഷെഫീനെ പണം വാങ്ങാനാണ് സംസാരിച്ചത് എന്ന ഒരു നരേഷൻ കൊണ്ടുവരുമ്പോൾ നീ ആ പണം കൊടുക്കാനുള്ളതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. നീ എന്തിന് നാട്ടുകാരെ പണം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? അത് കുടുമിയാണ് വാങ്ങിച്ചെങ്കിൽ ഞാനും കുടുമിയായിട്ട് ആ പ്രശ്നമില്ല, കുടുമി കൊടുക്കട്ടെ എന്ന് നീ ഒഴിഞ്ഞിട്ട് നീ പിന്നെ എന്തിന് അജിത എടുത്ത് സംസാരിച്ചു? നീ പിന്നെ അജിത എടുത്ത് കോംപ്രമൈസിന് എന്തിന് പോയി? അജിതയെ മറ്റുള്ളവരെ കൊണ്ട് കോംപ്രമൈസിന് നീ എന്തിന് സംസാരിക്കാൻ പോയി? അപ്പം നീ കള്ളിയായിട്ടല്ലേ? ഇത്രയും ദിവസം നീ ഒളിച്ചു താമസിച്ചല്ലെന്ന് പറയുന്നു. നീ നിയമത്തിനെയല്ലേ വെല്ലുവിളിക്കുന്നത്? നീ ഒളിച്ചു താമസിക്കാതെ അവിടെ അത്രയും ഒരു ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ നിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നില്ലല്ലോ. ആ പ്രസൻസ് നീ എവിടെ വേണ്ടേ? നീ എന്താ അമേരിക്കയിൽ പോയിരുന്നോ? അതോ വേറെ എന്തെങ്കിലും ലീവിലായിരുന്നോ? അതോ അയാളുമായിട്ട് ഹണിമൂണിന് പോയിരുന്നോ? എന്താ സ്വന്തം സ്ഥാപനത്തിൽ ഒരു വലിയ ഇൻസ്പെക്ഷൻ നടക്കുകയാണ്, CWC വരുന്നു. നിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിലെ കുട്ടികളെ മുഴുവൻ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എവിടെയും ഒരു പൊട്ടിന് പോലും നിന്നെ കണ്ടില്ലല്ലോ. അപ്പം നീ ഒളിച്ചു താമസിച്ചല്ലേ? ആരെയാണ് ഈ പറ്റിക്കുന്നത്? ഈ പറ്റിപ്പും ഈ ചതിയും ഈ കുതന്ത്രവും ഒക്കെ നീ വേറെ ആരുടെങ്കിലും കൊണ്ടുവന്നാക്കാൻ പറയും. ഈ സൈഡിൽ നിന്ന് ഒരു 0.5% പോലും പിന്നോട്ട് പോകുമെന്ന് വിചാരിക്കേ വേണ്ട. കെന്നഡി സാർ ആയിരുന്നാലും ഇതിനെ എഫർട്ട് എടുത്ത ഒരു മനുഷ്യരും പിന്നിലേക്കില്ല എന്ന് രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. A to Z കക്ഷി ചേരാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക, കക്ഷി ചേരുക തന്നെ ചെയ്യും. അവിടെ നടക്കുന്നത് അനീതിയാണെങ്കിൽ ആ അനീതിയെ ഞങ്ങൾ തീർത്തിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് ജനാധിപത്യ രാജ്യമാണ്, അല്ലാതെ ഒരുത്തൻ്റെ കോണാത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല. ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ഈ രാജ്യത്ത് നീതി നിഷേധം നടന്നാൽ അത് ചോദ്യം ചെയ്യാനുള്ള ആർജവമുള്ളവരാണ് ഇപ്പുറത്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. കേസ് വരും, ജയില് വരും, പല കോലങ്ങൾ വരും. നീ ആണെങ്കിൽ തല്ലിക്കുകയും കൊല്ലിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കാം. പക്ഷെ അപ്പോഴും എൻ്റെ സ്വരം ഇവിടെ കിടക്കും. അത് കേൾക്കുന്ന 10 പേർക്ക് ആ തിരിച്ചറിവുണ്ടായാൽ അത് തന്നെ ധാരാളമാണേ, അത് തന്നെ ധാരാളമാണ്. സന്ധ്യ പല്ലവിക്കെതിരെ നീ പീഡന കേസ് കൊടുത്തു, ഒത്തിരി പേർക്കെതിരെ നീ പീഡന കേസ് കൊടുത്തു. ഈ പറയുന്ന സ്ത്രീ നിരന്തരം പീഡന കേസ് കൊടുക്കുമ്പോൾ അവിടെ CWC അന്നേ ആക്ഷൻ എടുക്കണ്ടേ? ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു വട്ടം പീഡനമാകാം, പലവട്ടം അവിടുത്തെ വർക്കേഴ്സിനെ എല്ലാം പീഡനം. ഗോപിക്കെതിരെ പീഡനത്തിന് കേസ് കൊടുത്തിരിക്കുന്നു, സന്ധ്യ പല്ലവിക്കെതിരെ പീഡനത്തിന് കേസ് കൊടുത്തിരിക്കുന്നു. ആരെ എവക്കെതിരെ സംസാരിച്ചാലും അവർക്കെതിരെ ഒക്കെ പീഡന ശ്രമമാണ്. അയൽവക്കക്കാരൻ അവളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് പീഡന ശ്രമത്തിന് കൊടുത്തിരിക്കുന്നു. നിരന്തരം പീഡന കേസ് കൊടുക്കുന്ന ഒരു പീഡന വ്യക്തി. ഇത് നാട്ടുകാർ കണ്ടുകൊണ്ടുമിണ്ടായിരിക്കുന്ന സത്യം പറയില്ല. ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇതിനകത്ത് ഒരു നിയമവും ബാധിക്കാത്തവണ്ണം ഞങ്ങൾ ഇത് പ്രവർത്തിച്ചിട്ടുണ്ടാവും. അന്നാട്ടിലെ പൗരസമിതിയും അന്നാട്ടിലെ പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. ആ നാട്ടുകാർ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. നിങ്ങളെ നാട്ടുകാരെ കൊണ്ട് കൊള്ളാനിട്ടാണ് ഈ ഒരു സംഗതിയിൽ ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് തന്നെ പോകാൻ നോക്കുക. ഈ പേപ്പടിയും പേടിപ്പെടുത്തലൊന്നും ഇങ്ങോട്ട് എടുത്തോണ്ട് വരണ്ട. നീ ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് നിനക്കൊരു പേപ്പറും കൊണ്ടുവന്നിരുന്ന് കൊണ പറയാൻ പറ്റുമെങ്കിൽ എടി ഒരു ക്രൈമും ചെയ്യാതെ ഇപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് എത്ര തൻ്റെ ഇടം ഉണ്ടാവണം നീ ആലോചിക്കണ്ടേ? ഏറ്റവും വലിയ ക്രിമിനലായ ഇത്രയും വലിയ ക്രൈം ചെയ്ത നിനക്ക്
ഇങ്ങനെ കയറി ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ നീ എന്തർത്ഥത്തിലാണ് അളക്കുന്നത്? ഞങ്ങളുടെ മക്കളൊന്നും പോയി 17 വയസ്സുള്ള കൊച്ചിനെ കയറി ബലാത്സംഗം ചെയ്തില്ല. ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈമിൽ ഞങ്ങളുടെ മക്കളൊന്നും ഇല്ല. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൽ ഇതുവരെ ഒരു പീഡന ശ്രമമോ അല്ലെങ്കിൽ ആരെങ്കിലും പീഡിപ്പിച്ചെന്ന ഒരു കഥയോ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനു ഭയക്കണം? ആരെയാ പേടിപ്പിക്കുന്നേ? നടക്കുന്ന കേസല്ല. പിന്നെ പണം ചോദിച്ചതിന് പിന്നെ നിന്റെ നിറയെ കിടക്കില്ല, നീ ചോദിച്ചാലും മാത്രം തരാൻ. ഒരു മനുഷ്യനെ അയാളുടെ ഭാര്യയിൽ നിന്ന് പിടിച്ചു വലിച്ചു വാങ്ങി സ്വന്തം ജീവിതത്തിലേക്ക് കയറ്റുമ്പോൾ ആ ഭാര്യയോടുള്ള ഉത്തരവാദിത്തം തീർക്കാനുള്ള മര്യാദ നിനക്ക് ഉണ്ടാവണം. അതുണ്ടായിരുന്നോ നിനക്ക്? കരുണാലയം നടത്തുന്ന നിന്റെ ഉള്ളിൽ കരുണയുണ്ടോ സ്ത്രീയെ? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നീ സംസാരിച്ചോ, എന്തു വേണം. പിന്നെ ഈ പെങ്കൊച്ചിന് അതിനുള്ള വിവരമേ ഉള്ളൂ, 10-18 വയസ്സല്ലേ ഉള്ളൂ, അതിജീവിതമായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വരും ദിവസങ്ങളിൽ അവൾ അനുഭവിക്കാൻ പോകുന്ന ഇതിനേക്കാൾ വേദനകളായിരിക്കും എന്നുള്ളതാണ്. പലരും ചോദിക്കും, ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മതിയായില്ല. ചില ജീവിതങ്ങൾ നശിക്കാനുള്ളതാണെന്ന്, ചില ജീവിതങ്ങൾ അങ്ങനെ തന്നെ പോകേണ്ടതാണ്. ഞാനൊരു അനാഥയാണെന്നും എനിക്കൊരു ജീവിതം വേണമെന്നും തോന്നുന്നവൾ അന്തസ്സായിട്ട് പഠിക്കും, ജോലി നേടും, സ്വന്തം കാലിൽ നിൽക്കും, അന്തസ്സുള്ള ഒരുത്തനെ കല്യാണം കഴിക്കും. ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കാൻ ഞാൻ അനാഥയാണ്, എനിക്ക് നാഥനില്ല, അതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കണം എൻ്റെ നാഥൻ, ഞാൻ പഠിക്കണം, ഞാൻ ജോലി നേടണം എന്നായിരിക്കും. അല്ലാതെ ഞാൻ എവിടെയെങ്കിലും കിടന്നു കൊടുത്ത് വയറ്റി കൊച്ചുണ്ടാക്കിക്കൊണ്ട് കെട്ടണമെന്നല്ല ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ജീവിതങ്ങളിൽ ചില നാശം നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. ഈ ചെറുക്കൻ ജയിലിൽ കിടന്നിട്ട് വരുമ്പോൾ കിട്ടുമല്ലോ, 4 ദിവസം കിടക്കട്ടെ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് പോയിട്ട് കിടക്കുന്നതല്ലേ, കിടന്നിട്ട് വരട്ടെ. നീ പേടിക്കാതെ എന്ത് വില കൊടുത്ത് മകനെ ജയിലിൽ വിടാതിരിക്കാനുള്ള കഴിവൊക്കെ അമ്മായിയമ്മ സാറിനുണ്ട്. അപ്പൊ അത് ചെയ്യും. പക്ഷെ അതിന്റെ അർത്ഥം അനാവശ്യമായി ചുമ്മാതിരിക്കുന്നവരെ കുത്തി നോവിക്കുക എന്നുള്ളതല്ല. ഇങ്ങോട്ട് കയറരുത്. ഞങ്ങൾ ഇതുവരെ ആക്ഷനുമായിട്ട് ഇറങ്ങിയിട്ടില്ല. എൻ്റെ ടീം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് ഇറങ്ങുമ്പം ഗിരിജയ്ക്ക് സ്വല്പക്കാര്യം മനസ്സിലാവും. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഭയങ്കര ഡീസൻ്റാ. അത്തരം ഡ്രാമയൊന്നും ഇവിടെ എടുക്കൂല. ഇതിനകത്തേക്ക് ഒരു പൈസ കൊടുക്കരുത്. അവർ നടത്തുന്നതെന്ന് കാണട്ടെ. അവര് മനുഷ്യത്വപരമായി അവർക്ക് ആഗ്രഹമുണ്ടായി അവരങ്ങനെ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ അവർ നടത്തട്ടെ. അവരെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് അവർ നടത്തട്ടെ. അങ്ങനെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. എന്തിന് നമ്മൾ കൊടുക്കണം? അവൾ നടത്തട്ടെന്നേ, അന്തസ്സായിട്ട് നടത്തട്ടെ. അവർക്ക് ഒരു നേരത്തെ ആഹാരം നീ കൊടുക്കാതിരുന്നാൽ, ഒരു ദിവസത്തേക്കെങ്കിലും അവരെ പട്ടിണി ഇട്ടാൽ, ആ വിവരം ഞങ്ങൾക്ക് കിട്ടിയാൽ അന്ന് കാണാൻ ബാക്കി. അത്ര തന്നെ.